ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റ് അല്ലേ, നമ്മളെ PSCയുടെ പുതിയ തസ്തികയായ ജൂനിയർ അക്കൗണ്ടന്റ് എന്ന പോസ്റ്റിലേക്ക് നിങ്ങളൊക്കെ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടാവും. അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് തീയതി ഇതാ വന്നെത്തി October 15. അപ്പോൾ ഇനിയും ആരെങ്കിലും അപേക്ഷ സമർപ്പിക്കാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ PSCയുടെ സൈറ്റിൽ പോവുക, അപേക്ഷകൾ സമർപ്പിക്കുക. ഓക്കെ, ഒരിക്കലും മറന്നു വരുത്. നമുക്ക് ഒരു BCom കഴിഞ്ഞ ആൾക്കാർക്ക് അല്ലെ, ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു തസ്തിക കൂടിയാണ് ഈ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് എന്നുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിന് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾക്കിടയിലുള്ള ഒരുപാട് പേര് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിൻ്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് സിലബസ് നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂസ്ഡ് ആണ് ഒരുപാട് പേര്. അപ്പോൾ നമ്മൾ CCയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഒരു 100 ഡേയുടെ ടൈം ടേബിളാണ് ഉണ്ടാക്കിയത്. ഈ 100 ഡേ കൊണ്ട് നമ്മുടെ സബ്ജക്റ്റ്, അതായത് മൊഡ്യൂൾ 10 വരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് പഠിച്ച് റിവൈസ് ചെയ്ത് എക്സാം എഴുതി നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ വരാൻ പോകുന്ന എക്സാമിന് നടത്താം. അപ്പോൾ ആദ്യത്തെ ഒരു 30 ദിവസത്തെ ടൈം ടേബിൾ നിങ്ങളൊന്ന് കാണിക്കാം. എങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ വരുന്നത് നമുക്ക് നോക്കാം. ടൈം ടേബിളിലേക്ക് നോക്കാം. നമുക്ക് ഇവിടെ ടൈം ടേബിൾ വന്നപ്പോൾ നമ്മൾ മൊഡ്യൂളിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടിങ് ആണ് നമുക്ക് ആദ്യത്തെ മൊഡ്യൂൾ നമുക്കറിയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അത് BCom പഠിച്ച ആൾക്കാർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാൽ കൂടി ചിലപ്പം കുറച്ചധികം സമയമായിട്ട് നമ്മൾ ആ പഠനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടച്ച് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തുടങ്ങുന്നത് കോൺസെപ്റ്റിൽ നിന്നാണ്. നോക്കിയേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഏതാ കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, പിന്നീട് നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, സോൾ ട്രേഡറിന്റെ ഫൈനൽ അക്കൗണ്ട്, പിന്നീട് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു കൊമേഴ്സ് ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ കൊമേഴ്സ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് എന്ത്, ഫൈനൽ അക്കൗണ്ട് അല്ലെ. ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, 4ാമത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കൃത്യമായ 4ാം ദിവസം വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയ കുറച്ച് വലിയൊരു ഏരിയ ആണ്, നമുക്കറിയാം അല്ലെ. അപ്പോൾ 4ാമത്തെ ദിവസം വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത വലിയൊരു ഏരിയയെ 5ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നാകെ റിവൈസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് 5ാമത്തെ ദിവസം റിവിഷൻ ഡേ കൊടുത്തിട്ടുണ്ട്. 5ാമത്തെ ദിവസം അതിനുള്ള റിവിഷൻ ഡേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റിവിഷൻ ഡേയിൽ ഈ 4 ദിവസം പഠിച്ചതിനെ പറ്റി വലിയൊരു ഏരിയ ആണ്, നമുക്ക് ഒന്നാകെ എന്ത് ചെയ്യാം, ആ ദിവസം ഒന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ, പിന്നീട് തുടങ്ങുന്നത് നമ്മളെ പാർട്ണർഷിപ്പ് ആണ്. പാർട്ണർഷിപ്പ് അക്കൗണ്ട്, അതിന്റെ ആദ്യം തന്നെ അഡ്മിഷൻ വരുന്നുണ്ട്, റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്ത്, ഡിസൊല്യൂഷൻ പാർട്ണർഷിപ്പ്, അതുപോലെ ഫേം, പിന്നീട് എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻസോൾവെൻസി, അതുപോലെ കൺസൈൻമെന്റ്. അത് കഴിഞ്ഞാൽ ഓൾറെഡി എന്ത് വരുന്നുണ്ട്, റിവിഷൻ ഡേ, പിന്നീട് കമ്പനി അക്കൗണ്ടിന്റെ, പിന്നീട് ഫൈനൽ അക്കൗണ്ട് ഓഫ് കമ്പനീസ് വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് തിങ് അവിടെ എന്ത് വരുന്നു, നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഏരിയ. അത് കഴിഞ്ഞ് കൃത്യമായ റിവിഷൻ. പിന്നീട് നമ്മൾ ഇതുവരെ പഠിച്ച മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഇതുവരെ നോക്കിയത് അല്ലെ. ആ മൊഡ്യൂൾ 1ന്റെ ഒരു മോഡൽ എക്സാം, നമ്മൾ എത്ര വരെ പഠിച്ചതിന്റെ ഒരു മോഡൽ എക്സാം നമ്മൾ ആപ്പ് ത്രൂ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 1ാമത്തെ മൊഡ്യൂൾ എത്രത്തോളം പഠിച്ചു, ഇനി എത്രത്തോളം പഠിക്കാൻ ബാക്കിയുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാവും. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മൊഡ്യൂൾ 2ലേക്ക് പോകുന്നു. ഇതേ സ്ട്രക്ചർ തന്നെ മൊഡ്യൂൾ 2ഉം അതേപോലെ റിവിഷൻ ഡേയും, അതേപോലെ തന്നെ ഓരോ ദിവസം പഠിക്കേണ്ടതും, പിന്നീട് കറക്റ്റായിട്ട് റിവിഷൻ ഡേ, അത് കൂടാതെ എക്സാം 2ാമത്തതിന്റെ. പിന്നീട് അടുത്തത് വരുന്നു കോസ്റ്റ് അക്കൗണ്ടിങ് 3ാമത്തത്, അതും ഇതേപോലെ കറക്റ്റായിട്ട് റിവിഷൻ ഡേ എന്ന രീതിയിൽ വരുന്നുണ്ട്. കൂടാതെ അവസാനമായിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്, മോഡൽ എക്സാം വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് കറക്റ്റ് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാനുള്ള സമയവും റിവിഷൻ ചെയ്യാനുള്ള സമയവും കൂടാതെ പ്രോപ്പറായിട്ട് എക്സാം എഴുതാനുള്ള ഒരു സമയവുമാണ് നമ്മളെ മുന്നിലുള്ളത്. അപ്പോൾ ഒരു 30 ഡേ ടൈം ടേബിൾ ആണ് ഇത്. ഇതേപോലെ 100 ഡേയുടെ ടൈം ടേബിൾ ആണ് നമ്മളെ കയ്യിലുള്ളത്. സോ അത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ടൈം ടേബിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. അപ്പോൾ നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റിനെ പറ്റി കൂടുതൽ പറയാം. നമ്മളെ കാറ്റഗറി നമ്പർ ഒന്നുകൂടി പറയുന്നുണ്ട്, 363, 364 എന്നീ കാറ്റഗറി നമ്പറാണ് നമ്മളെ കയ്യിലുള്ളത്. നമ്മളെ എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 15 ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. BCom ആണ് ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ഒരു BCom നമുക്കറിയാം, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ BComകാരായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാവും അല്ലേ. നിങ്ങൾക്കറിയാം, നിങ്ങളെ വീട്ടിൽ തന്നെ ചിലപ്പം 1, 2, 3 ആൾക്കാർ BCom ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ BCom ഉള്ള എല്ലാവർക്കും, അതായത് BCom ഏത് പഠിച്ച ആൾക്കാർക്കും എന്ത് ചെയ്യാം, ഈ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അധികം വൈകാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ PSCയുടെ പ്രൊഫൈലിൽ പോയി നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ CCയിൽ ജൂനിയർ അക്കൗണ്ടന്റിന്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ലൈവ് സെഷൻസും MCQസും അതേപോലെ നമ്മളെ ആപ്പ് പ്രൊവൈഡ് ചെയ്തുള്ള റെക്കോർഡ് ക്ലാസ്സുകളും, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ ബാച്ച് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം.
കൂടാതെ നമ്മളെ ഫ്രീ ഗ്രൂപ്പ്, വാട്സപ്പിന്റെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ആ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലൂടെയും ആ ഫ്രീ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ഞങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ജൂനിയർ അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി 2 കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അപേക്ഷിക്കുക. നമ്മുടെ ഡേറ്റ് എപ്പോഴാണ്? ഒക്ടോബർ 15 വരെയുള്ള ഡേറ്റ്. ഉടൻ തന്നെ അപേക്ഷിക്കുക. ബികോം ഉള്ള എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി നമ്പർ എത്രയാണ്? 363, 364 ശ്രദ്ധിച്ചുകൊണ്ട് അപേക്ഷിക്കുക. കൂടാതെ നമ്മളെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ കോഴ്സ് ഉള്ളത്. അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കൂടാതെ നമ്മളെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിന്റെ. നിങ്ങൾക്ക് അതിലൂടെ ഞങ്ങളെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളെ നമ്പർ ഇവിടെ ഉണ്ട്, ഇതുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.